എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പത്രമാറ്റ് സീരിയലിൻ്റെ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നവ്യ സത്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അബി ഇത്രയും നാളും തന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള സത്യം പെട്ടെന്നാണ് നവ്യയുടെ മുന്നിൽ വെളിപ്പെടുന്നത്. ജലജയും അബിയും കൂടി മുറിയിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നവ്യ പെട്ടെന്ന് വരുന്നത്. എന്നാൽ ജലജ പറയുന്നുണ്ട്, നീ നവ്യയെ നിന്റെ പാട്ടിലാക്കണം, അവളെ നിന്റെ കൂടെ തന്നെ നിർത്തണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നവ്യ പെട്ടെന്ന് അവിടെ സ്റ്റോപ്പായി പോകുന്നുണ്ട്. എന്താണ് ഇവർ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി അവിടെ ഒളിച്ചു നിന്നുകൊണ്ട് കേൾക്കുകയാണ് നവ്യ. ആ സമയത്താണ് ജലജ പറയുന്നത്, അവളെ നിന്റെ കൂടെ തന്നെ നിർത്തിയാലേ നമ്മുടെ പ്ലാനുകളെല്ലാം നടത്താൻ കഴിയൂ, അവളാണ് നമ്മളുടെ തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നുണ്ട്. അബി പറയുകയാണ്, അത് പിന്നെ എനിക്ക് അറിയാലോ അമ്മേ, അതുകൊണ്ട് തന്നെയല്ലേ അവളോട് ഇത്രയും സ്നേഹം നടിച്ച് ഞാൻ അവളെ കൂടെ തന്നെ നിർത്തുന്നത്. അവൾ ഞാൻ പറയുന്ന എന്ത് കാര്യം അനുസരിക്കുമെന്നുള്ള രീതിക്കാക്കിയത് ഞാൻ അതുകൊണ്ട് തന്നെയല്ലേ എന്നെല്ലാം പറയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് നവ്യ ആകെ എന്താ ഇവർ പറയുന്നത്, ഇവരെന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള ചിന്തകളെല്ലാം നവ്യയുടെ മനസ്സിലോട്ട് വരുന്നുണ്ട്. എന്നാൽ നവ്യ ബാക്കി കേൾക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി അടുത്ത് പോയി നിൽക്കുന്നുണ്ട്. നിന്റെ മോളാണ് ചന്തുമോള് എന്നുള്ള കാര്യം അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ നിന്നെ ഒരിക്കലും ബാക്കി വെക്കില്ല, നിന്നെ അപ്പം തന്നെ കൊന്നു കളയും അവൾ. കാരണം അത്രയും തൻ്റെടിയാണ് നവ്യ. നയനയെ പോലെ അങ്ങനെ പാവം പിടിച്ചു നിൽക്കുന്നവളൊന്നും അല്ല. അതുകൊണ്ട് അവളോട് നല്ല സ്നേഹത്തോടെ പെരുമാറുകയും നിന്റെ കുഞ്ഞിനെ നന്നായി സ്നേഹിക്കുന്ന പോലെയൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ നിനക്ക് അവളെ പിടിച്ചു നിർത്താൻ പറ്റും. അവൾ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പം നമ്മളുടെ പ്ലാനുകളെല്ലാം നടക്കുകയുള്ളൂ. നേരെ മറിച്ച് നീയാണ് ചന്തുമോളുടെയും അച്ഛൻ എന്ന കാര്യം എങ്ങാനും അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥ കഴിഞ്ഞത് തന്നെ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നവ്യ ആകെ ഷോക്കായി പോകുന്നുണ്ട്. നവ്യ മനസ്സിൽ പറയുന്നുണ്ട്, അബിയുടെ മകളാണ് ചന്തുമോൾ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആദർശേട്ടൻ നിരപരാധിയാണ്, അപ്പോൾ അബിയുടെ മകള് തന്നെയാണ് ചന്തുമോള്. ദൈവമേ, ഇത്രയും വലിയ ചതി അവൻ എന്നോട് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട് നവ്യ. പിന്നെ അബി പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, സത്യങ്ങളെങ്ങാനും അവൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ കൊല്ലാനും മടിക്കില്ല. അത്രയും മനക്കരുത്താണ് നവ്യക്കുള്ളത്, അവൾ മറ്റുള്ളവരെ പോലെയൊന്നും അല്ല എന്നെല്ലാം പറയുന്നുണ്ട് അബി. അവളെയും നയനയെയും നമുക്ക് കൂടുതൽ ശത്രുക്കളാക്കി മാറ്റണം, എന്നാലേ നമ്മുടെ പ്ലാനെല്ലാം നടക്കുള്ളൂ. അവളെ മുന്നിൽ നിർത്തിയിട്ട് വേണം നമ്മളിനി എല്ലാ കളികളും കളിക്കാൻ. അവളെ മുന്നിൽ നിർത്തിയിട്ടാണ് നമ്മൾ കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കൊരു പ്രശ്നം വരില്ല. കാരണം മുത്തശ്ശനെല്ലാം അവളോടൊരു സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് വേണം നമുക്ക് കളിക്കാൻ എന്ന് പറയുന്നുണ്ട് ജലജ. ഈ സമയത്ത് നവ്യ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ എന്നെ ഒരു കരുവാക്കി മാറ്റുമായിരുന്നല്ലേ, നിങ്ങൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിനെയും എന്നെയും നിങ്ങൾ ചതിക്കുകയായിരുന്നു, ഈ അബിക്കുള്ള പണി ഞാൻ കൊടുത്തിരിക്കും. എന്നെ ചതിച്ചതിനുള്ള പകരം ഞാൻ വീട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്ത രീതിക്കായിരിക്കും എന്നെല്ലാം പറയുന്നുണ്ട് നവ്യ. ജലജ പറയുന്നുണ്ട്, നിനക്ക് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യമെല്ലാം എനിക്കറിയാം. അതെങ്ങാനും ആ നവ്യ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവളുടെ മുന്നിൽ നീ നന്നായി ശ്രദ്ധിക്കണം. ഏത് സമയം നീ മൊബൈലിൽ ചാറ്റ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവൾ അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. എന്നോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അറിയാം, എന്നാലും നീ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലത് എന്ന് പറയുന്നുണ്ട് ജലജ. ഇതും കൂടി കേൾക്കുന്ന സമയത്ത് നവ്യ ആകെ തകർന്നു പോവുകയാണ്. ഇപ്പോഴും അബി തന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കുന്ന സമയത്ത് നവ്യ ഒട്ടും സഹിക്കാൻ കഴിയാതെ പെട്ടെന്ന് മുറിയിലോട്ട് ഓടുന്നുണ്ട്. മുറിയിൽ കയറി കഥ കടച്ചതും നവ്യ പൊട്ടിക്കരയാണ്. നീ എന്നോട് ചെയ്ത തെറ്റിനെല്ലാം നിന്നോട് ഞാൻ പകരം ചോദിച്ചിരിക്കും അബി. നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അത്രയും വലിയ പണിയായിരിക്കും നിനക്ക് ഞാൻ തരാൻ പോകുന്നത് എന്നെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് കരയാണ് നവ്യ. നവ്യ പെട്ടെന്ന് ഓർക്കുന്നുണ്ട്, ദൈവമേ, ഇവർ ചെയ്ത ഓരോ തെറ്റിനും ഞാനാണല്ലോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിരുന്നത്. ഞാനാണല്ലോ നയനയെ ഒരുപാട് വേദനിപ്പിച്ചത്. ആദർശേട്ടനെ എന്തെല്ലാമാണ് ഞാൻ പറഞ്ഞത്, അതിനേക്കാൾ കൂടുതലാണ് മുത്തശ്ശന് ഞാൻ വരുത്തിയ നാണക്കേട്. എല്ലാവരുടെയും മുന്നിൽ അത്യാവശ്യം നിലയും വിലയുമുള്ള ആളായിരുന്നു മുത്തശ്ശൻ. ആ മുത്തശ്ശൻ്റെ കുടുംബ പേര് തന്നെ ഞാൻ ഇല്ലാണ്ടാക്കി. അത്രയും വലിയൊരു മനുഷ്യനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. നാട്ടുകാരുടെ മുന്നിലെല്ലാം നാണം കെടുത്തി. ഇത്രയും വലിയ പാപം ഞാൻ ചെയ്തത് ഈ ദുഷ്ടന് വേണ്ടിയിട്ടായിരുന്നല്ലോ. ഈ ദുഷ്ടനും അവൻ്റെ അമ്മയും കൂടി എന്നെ കൊണ്ട് ചെയ്യിച്ചത് എത്ര വലിയ കാര്യമാണ് എന്നെല്ലാം ആലോചിച്ചുകൊണ്ട്
ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ് നവ്യ. നവ്യ വിചാരിക്കുന്നുണ്ട് ഈ തെറ്റ് ചെയ്തതിന് എന്തായാലും മുത്തശ്ശനോട് ഞാൻ മാപ്പ് ചോദിക്കണം, ഇല്ലെങ്കിൽ എന്നോട് ദൈവം പോലും പൊറുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നേരെ നവ്യ പോകുന്നത് മുത്തശ്ശൻ്റെ അടുത്തോട്ടാണ്. മുത്തശ്ശൻ മുറിയിലിരിക്കുന്ന സമയത്ത് മുത്തശ്ശനോട് നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശ എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ വീഴുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് അറിയാതെ പകച്ചു നിന്ന് നോക്കുന്നുണ്ട് മുത്തശ്ശൻ. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ എൻ്റെ കാലിൽ വീണത്? ഞാൻ നിന്നോട് ക്ഷമിക്കണം എന്ന് പറയണത് എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശനോട് ഞാൻ വലിയ തെറ്റാണ് ചെയ്തത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അഭി തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നവ്യ മുത്തശ്ശനോട് പറയുന്നുണ്ട്. മുത്തശ്ശന് ആ സമയത്ത് മനസ്സിലാവുന്നുണ്ട് നവ്യ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊന്നും നീ അറിയരുതെന്നാ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചത്, എന്നാൽ നീ ആ സത്യം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ്. നവ്യ പറയുന്നുണ്ട്, ഈ സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രയും വലിയ തെറ്റുകളൊന്നും ചെയ്യില്ലായിരുന്നു മുത്തശ്ശ. ഇതിപ്പോൾ ഇത്രയും വലിയ തെറ്റെല്ലാം ഞാൻ ചെയ്യാൻ കാരണം ഈ സത്യങ്ങളൊന്നും ഞാൻ അറിയാതെ പോയതാണ്. എന്നെ അഭിയും അവൻ്റെ അമ്മയുമാണ് മുത്തശ്ശനെതിരെ തിരിച്ചത്. ഇത്രയും വലിയ കാര്യങ്ങളെല്ലാം എന്നെ കൊണ്ട് ചെയ്യിച്ചതും അവർ രണ്ടുപേരും കൂടിയാണ്. എൻ്റെ മനസ്സിലോട്ട് ഓരോ വിഷം കുത്തിവെച്ച് തന്നതും അവർ രണ്ടുപേരുമാണ്. എന്നാൽ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം ഒരു അക്ഷരം പ്രതി അനുസരിച്ച് ഓരോന്ന് ചെയ്തത് ഞാനാണ്. എന്നോട് ക്ഷമിക്കണം മുത്തശ്ശ എന്ന് പറയുന്നുണ്ട് നവ്യ. മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവും മോളെ നിന്റെ അവസ്ഥ. അവൻ അത്രയും വലിയ തെറ്റ് ചെയ്തതെല്ലാം നിനക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞില്ലേ? നിനക്ക് ഒട്ടും അത് സഹിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ മോൾ അതെല്ലാം സഹിക്കണം. അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. മോളെന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്ന് പേടിച്ചിട്ടാണ് നയനയും ആദർശം സത്യങ്ങളൊന്നും എന്നോട് പറയാതിരുന്നത്. അവര് ആ തെറ്റ് സ്വയം ഏറ്റെടുക്കാൻ കാരണം നിനക്ക് ഒരു ആപത്തും വരരുത് എന്നുള്ള കാരണം കൊണ്ടാണ് എന്നെല്ലാം പറയാണ്. എനിക്കത് മനസ്സിലായി മുത്തശ്ശ. നയന എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ആ സത്യമൊന്നും എന്നോട് പറയാതിരുന്നത്. അതെല്ലാം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ എത്ര വലിയ മണ്ടിയാണ്. എനിക്ക് വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്ത അവരെ ഞാൻ എത്രത്തോളം കുറ്റപ്പെടുത്തി. അവരെ ഞാൻ ഇനി പറയാൻ എന്താ ബാക്കിയുള്ളത്? അതേപോലെ തന്നെ മുത്തശ്ശനെ ഞാൻ ഒരുപാട് നാണം കെടുത്തി. എന്നെക്കൊണ്ട് അഭിയാണ് അത്തരം മോഡേൺ വേഷങ്ങളെല്ലാം ഇട്ട് പരസ്യത്തിന് പറഞ്ഞയച്ചത്. ഓരോ പരസ്യങ്ങളും ചെയ്യുമ്പോൾ കിട്ടുന്ന കാശെല്ലാം ഞാൻ അഭിക്കാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവൻ എന്നെ കൊണ്ട് കൂടുതൽ മോഡേൺ ആയിട്ടുള്ള വേഷങ്ങളെല്ലാം ഇടിപ്പിച്ച് പരസ്യം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സത്യങ്ങളൊന്നും ഇവൻ എന്നെ മുതലെടുക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയ തെറ്റെല്ലാം ഞാൻ ചെയ്തത്. മുത്തശ്ശൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് നവ്യ. മുത്തശ്ശൻ പറയാണ്, എനിക്ക് മനസ്സിലാവും മോളെ, നീ വേണമെന്ന് വെച്ചിട്ടല്ല ഒരു കാര്യങ്ങളും ചെയ്തതെന്ന്. എന്നാൽ ആ അഭി അവനൊരു ഫ്രോഡാണ്. മോള് ആത്മഹത്യ ചെയ്യുമെന്നുള്ളൊരു ഒറ്റ പേടി കാരണം ഞങ്ങൾ സത്യങ്ങളൊന്നും മോളോട് പറയാതിരുന്നത്. അവനൊരു ഫ്രോഡാണെന്നുള്ള സത്യം മോള് മനസ്സിലാക്കി കഴിഞ്ഞാൽ മോൾ എന്ത് ചെയ്യും എന്നുള്ള ഭയമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറയുന്നുണ്ട്. എനിക്കതെല്ലാം മനസ്സിലായി മുത്തശ്ശ. ഇനി അവന് ഞാൻ നല്ല പണി കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ കൊടുക്കാൻ പോകുന്ന പണി അവനൊരിക്കലും സഹിക്കാൻ കഴിയില്ല. അത്രയും വലിയ പണി ഞാൻ കൊടുക്കും. ഞാനൊരിക്കലും ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. എൻ്റെ കുഞ്ഞിനെ അങ്ങനെ ഒറ്റയ്ക്കാക്കി ഞാൻ എവിടെയും പോവില്ല എന്ന് പറയുന്നുണ്ട്. ഈ ധൈര്യം തന്നെയാണ് നിനക്ക് വേണ്ടത് മോളെ. എന്നും നീ ഇത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. അവന് എന്ത് പണി കൊടുക്കാനാണെങ്കിലും ഈ മുത്തശ്ശനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം നവ്യ പറയുന്നുണ്ട്, ഈ മുത്തശ്ശൻ്റെ മനസ്സാണ് ഞാൻ വേദനിപ്പിച്ചത്, എന്നോട് ക്ഷമിക്കണം മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കാലിൽ വീഴാണ് നവ്യ. മോള് ഒന്നും ആലോചിച്ചും പേടിക്കേണ്ട, മോളുടെ കൂടെ തന്നെ ഞാനുണ്ട്. പിന്നെ ഇത്ര നാളും ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു കഴിഞ്ഞു. മോൾ അത് ആലോചിച്ച് വിഷമിക്കൊന്നും ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ. ശേഷം നവ്യ വേഗം മുറിയിലോട്ട് പോകുന്നുണ്ട്. മുറിയിലോട്ട് പോകുന്ന വഴിക്കെല്ലാം നവ്യ ആലോചിക്കുന്നുണ്ട്, അവൻ എന്തെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റൂ എന്ന് ആലോചിച്ചുകൊണ്ട് പെട്ടെന്ന് നവ്യക്ക് തോന്നുന്നുണ്ട്, അവൻ്റെ പേരിൽ ഒരു കൊട്ടേഷൻ കൊടുക്കണം. അവന് നല്ല അടിയുടെ കമ്മിയുണ്ട്. എൻ്റെ മനസ്സ് ഒരുപാട് വേദനിപ്പിച്ച അവനെ തല്ലി ചതയ്ക്കാൻ തന്നെ ഞാനൊരു കൊട്ടേഷൻ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് ഗുണ്ടകൾക്ക് വിളിക്കുന്നുണ്ട് നവ്യ. ശേഷം അബിയുടെ പേരിൽ ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണ്. അബിയുടെ കൈയും കാലും തല്ലി ഒടിക്കാനാണ് നവ്യ കൊട്ടേഷൻ കൊടുക്കുന്നത്. ശേഷം അതിനു വേണ്ട പണമെല്ലാം കൊടുക്കാമെന്നുള്ള ഡീലെല്ലാം ചെയ്ത് ഉറപ്പിക്കുന്നുണ്ട് നവ്യ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര കാശ് വേണേലും ഞാൻ തരാം, അവൻ്റെ കൈയും കാലും ഓടിച്ചേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. ശേഷം കരഞ്ഞു തളർന്ന് മുറിയിലിരിക്കുന്ന നവ്യയുടെ അടുത്തോട്ട് അഭി വരുന്നുണ്ട്. അഭി പറയുന്നുണ്ട്, എൻ്റെ മോളെന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന്
നവ്യ അബിയുടെ മുഖത്തോട്ട് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് നവ്യ ചിന്തിക്കുന്നത്, ഇപ്പം അവനോട് ദേഷ്യത്തോടെ പെരുമാറിക്കഴിഞ്ഞാൽ അവന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിരിക്കും അത്. അവനോട് സ്നേഹത്തോടെ പെരുമാറി അവൻ എന്നോട് എന്താണോ ചെയ്തത് അതാണ് ഇനി അവനോട് തിരിച്ചു ചെയ്യേണ്ടത്. സ്നേഹത്തോടെ നിന്ന് അവൻ്റെ കഴുത്തറക്കണം, അതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതും എന്ന് ചിന്തിക്കുന്നുണ്ട് നവ്യ. പെട്ടെന്ന് മുഖത്തിൻ്റെ ഭാവമെല്ലാം മാറ്റി സന്തോഷത്തോടെയുള്ള മുഖമാക്കുന്നുണ്ട് നവ്യ. ചിരിച്ചുകൊണ്ട് അബിയുടെ അടുത്തോട്ട് ചെന്ന് പറയുന്നുണ്ട്, ഒന്നുമില്ല അബി, ഞാനിവിടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയായിരുന്നു. നീ ഇത്ര നേരം എവിടെയായിരുന്നു എന്നെല്ലാം ചോദിക്കുകയാണ്. അബി പറയുന്നുണ്ട്, ഞാൻ അമ്മയുടെ അടുത്ത് പോയതാണ് വെറുതെ ഓരോ കാര്യങ്ങൾ പറയാൻ. വെറുതെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കിട്ടി ഇനി എന്ത് പണി കൊടുക്കണം എന്ന് ആലോചിക്കുകയായിരുന്നു ഞാനും അമ്മയും. ആ അത് ശരിയാ, അവർക്കിട്ടി എന്തെങ്കിലും ഒരു പണി കൊടുക്കണം, അതിനുള്ള പ്ലാൻ എന്താന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം എന്നെല്ലാം പറയുന്നുണ്ട് നവ്യ. ആ അത് വേണം, അവരിപ്പോൾ നല്ല സന്തോഷത്തോടെയല്ലേ ഇരിക്കുന്നത്, ആ സന്തോഷം നമുക്ക് ഇല്ലാണ്ടാക്കണം എന്നെല്ലാം പറയാണ്. ഇതേ സമയം നവ്യ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ആ സന്തോഷമില്ലാതാവാൻ പോകുന്നത് ആരുടെയാണെന്നൊക്കെ നമുക്ക് കണ്ടറിയാടാ എന്ന് വിചാരിക്കുകയാണ്. പിറ്റേ ദിവസം അബി പുറത്തോട്ട് പോകുന്ന സമയത്ത് നവ്യോട് പറയുന്നുണ്ട്, നവ്യ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം, നമുക്ക് അടുത്ത പരസ്യം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കണം, അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം നവ്യ പറയുന്നുണ്ട്, ശരി അബി നീ പോയിട്ട് വാ, ശ്രദ്ധിച്ച് പോകണം എന്നെല്ലാം പറയുകയാണ്. ഇതും കേട്ടുകൊണ്ട് പോകുന്നുണ്ട് അബി. നവ്യ പെട്ടെന്ന് തന്നെ ഗുണ്ടകൾക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവനിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, അവനെ കയ്യും കാലും തല്ലി ഒടിച്ചിട്ടായിരിക്കണം ഇനി ഞാൻ കാണുന്നത്, നിങ്ങൾക്കുള്ള കാശെല്ലാം ഞാൻ കറക്റ്റ് സമയത്ത് തന്നിരിക്കും എന്ന് പറയുന്നുണ്ട്. ശേഷം അബി പോകുന്ന സ്ഥലമെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നവ്യ. അങ്ങനെ അബി പോകുന്ന സമയത്ത് ആളുകളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഗുണ്ടകൾ അബിയെ വളയുന്നുണ്ട്. ശേഷം അബിയെ പൊതിരെ തല്ലാണ്, കയ്യും കാലും എല്ലാം തല്ലി ഓടിക്കുന്നുണ്ട് അബിയുടെ. ഇത് കാണുന്ന അബി ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ, അയ്യോ എന്തിനാ നിങ്ങൾ എന്നെ തല്ലുന്നത്, കാര്യം പറഞ്ഞിട്ട് തല്ലടാ എന്നെല്ലാം പറയുന്നുണ്ട്. ഗുണ്ടകളാണെങ്കിൽ ഒരു കാര്യവും പറയാതെ തന്നെ തല്ലി ചതയ്ക്കുന്നുണ്ട് അബിയെ. ശേഷം റോഡിൽ അബിയെ ഉപേക്ഷിച്ച് കടന്ന് കളയുന്നുണ്ട്. അതിനുശേഷമാണ് നവ്യയ്ക്ക് ഗുണ്ടകൾ വിളിക്കുന്നത്, മാഡം ഏൽപ്പിച്ച ജോലി ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, അവൻ്റെ കൈയും കാലും തല്ലി ഒടിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. വെരി ഗുഡ്, നിങ്ങൾക്കുള്ള പ്രതിഫലം എന്തായാലും ഞാൻ തന്നിരിക്കും എന്നെല്ലാം പറയുന്നുണ്ട് നവ്യ. ഇതിനുശേഷം നവ്യ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. നിനക്ക് അങ്ങനെ തന്നെ വേണോടാ എന്നെല്ലാം പറയാണ്. ആ സമയത്താണ് മുത്തശ്ശൻ്റെ ഫോണിലോട്ട് ഒരു കോള് വരുന്നത്. അബി ഹോസ്പിറ്റലിലാണ്, കൈയും കാലും ഒടിഞ്ഞിട്ടാണ് കിടക്കുന്നത് എന്നുള്ള കോളാണ് വരുന്നത്. ഇതേ സമയം മുത്തശ്ശൻ നവ്യോട് ചോദിക്കുന്നുണ്ട്, ഇത് മോളുടെ പണിയാണോ എന്ന് ചോദിക്കുകയാണ്. അതേ മുത്തശ്ശ, അവൻ്റെ പേരിൽ ഒരു കൊട്ടേഷൻ ഞാൻ തന്നെ കൊടുത്തത്, അവൻ എന്നോട് ചെയ്തതിന് കുറച്ചെങ്കിലും ഞാൻ അവളോട് പകരം ചെയ്യണ്ടേ, അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അതേതായാലും നന്നായി, ഒരു മുത്തശ്ശനായതുകൊണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, പക്ഷേ മോളിത് ചെയ്തത് അത്രയും നന്നായി, അവന് 2 അടിയുടെ കുറവുണ്ടായിരുന്നു എന്ന് പറയാണ്. നവ്യ പറയുന്നുണ്ട്, 2 അടിയുടെ കുറവൊന്നുമല്ല, അവന് നല്ല അടിയുടെ കുറവുണ്ട്, ഇനി അവനുള്ളതെല്ലാം ഞാൻ കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ ശാരീരികമായിട്ടാണ് അവന് ഇത്തരം ഒരു അനുഭവം ഉണ്ടായതെങ്കിൽ ഇനി അവനുണ്ടാകാൻ പോകുന്നത് മാനസികമായിട്ടുള്ള വീഴ്ചകളായിരിക്കും. അവനെ ഞാൻ കൊല്ലാതെ കൊല്ലും മുത്തശ്ശ, അത്രയും വലിയ തെറ്റാണ് അവൻ എന്നോട് ചെയ്തത് എന്നെല്ലാം പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, എന്ത് കാര്യത്തിനും ഞാനുണ്ടാവും മോളുടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് നവ്യയും മുത്തശ്ശനും പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ അബി കയ്യും കാലും ഒടിഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് നവ്യയ്ക്ക് ചിരി വരുന്നുണ്ട്. പക്ഷേ നവ്യ വേഗം മുഖഭാവം മാറ്റുന്നുണ്ട്. അബി നിനക്ക് എന്തു പറ്റി എന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലുന്നുണ്ട് നവ്യ പറയുന്നുണ്ട്, എന്തു പറ്റിയടാ നിനക്ക്, എങ്ങനെ നിനക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. അറിയില്ല നവ്യ, കുറച്ച് ഗുണ്ടകൾ വന്ന് എൻ്റെ കയ്യും കാലും എല്ലാം തല്ലി ഒടിച്ചു, അവർക്ക് ആരോ കൊട്ടേഷൻ കൊടുത്തതാണ് തോന്നുന്നു, ചിലപ്പോൾ ആദർശേട്ടനായിരിക്കും ഇതെല്ലാം ചെയ്തത് എന്ന് പറയാണ്. നവ്യ പറയുന്നുണ്ട്, അതെന്താ സംശയം, അവർ തന്നെയായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തത്, നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കുക അബി എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് നവ്യ മനസ്സിൽ പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഈ പണി തന്നത് ഞാൻ തന്നെയാടാ, ഇനി നിനക്ക് പണികളെല്ലാം വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട് നവ്യ. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്.